പാറ അമ്മച്ചിയുടെ കൈപ്പണ്ണ ലില്ലിപ്പണി കണ്ടു. ചില സമയത്ത് ഒരു ഐറ്റം ഉണ്ടാക്കിണ്ടല്ലോ. ഇടിയപ്പോ സുലായി മാമി ആ എനിക്ക് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇല്ല, ഇവിടെ ഇല്ല, തീർന്നു. അതെങ്ങനെ തീരെ? നമുക്കുള്ള വെച്ച് അച്ചാ ഇതിന്റെ അകത്തിരുന്ന് ഇടിയപ്പോട് ഞാൻ അടുത്ത് കഴിച്ചു. കുറച്ചുണ്ടാക്കിയോളോ? ഇതിനകത്ത് 6-7 ഉണ്ടായിരുന്നല്ലോ. അച്ചാച്ചിന് തന്നിട്ടുള്ള ബാക്കിയല്ലേ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്? ഇപ്പണ്ണ 6 അല്ലെ ഒരു 10-20 കഴിക്കാം. എന്തൊരു ടേസ്റ്റാന്ന് അറിയാം. ഞാൻ വരെ ഞങ്ങൾ കഴിച്ചാണോ? എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. നല്ല ഉള്ളി കേട്ടോ. നീ വിശക്കുന്ന് 2 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും നിന്റെ മുന്നിൽ നല്ല ചൂടുള്ള ഇടിയപ്പം എത്തും. എന്താ മാജിക്കോ? ഇതൊരു മാജിക്കാ. എടി, ഇതാണ് മിൽമയുടെ ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പം. ഇതിന് എത്ര ടൈം എടുക്കും ഉണ്ടാക്കാൻ? എനിക്ക് വിശക്കുന്നു. എടി, ഇതുണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളാ. ആണോ? നിനക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയോ? ആദ്യം ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കണം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് ഇടിയപ്പം ഇട്ട് 1 മിനിറ്റ് നേരം മൂടി വെക്കണം. പിന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞ് തേങ്ങയും ചിരകിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി മിൽമ ഇൻസ്റ്റന്റ് ബട്ടർ ഇടിയപ്പം റെഡി. അരിപൊരി വെയിലത്തൊരു കിലോ പൊരി വാരി ചൊരിയുന്ന മഴ പെയ്ത് പൊരി കുട്ടി ചോറ് തിന്നു. ചൂട് തന്നെയല്ലേ? എന്തൊരു ചൂട്. ആരാ നോക്കിയിരിക്കുന്നത്? അമ്മേ, വേറെ എത്ര നേരമായി പോയിട്ട്? പൊരി വെയിലാണെ പോലും ഓട്ടം പിടിക്കൂല, മഴയാണേലും പിടിക്കൂല, നടന്നേ വരും. വിശക്കല്ലാതെ വിശക്കന്നെ. അല്ലെങ്കിൽ സൂഫി ആന്റി, സുലു ആന്റി എല്ലാവരും ഉണ്ട്. അവർക്കൊരു ഓട്ടോ പിടിച്ച ഷെയർ ഇട്ട തുച്ഛമായ എമൗണ്ട് അല്ലേ വരുള്ളൂ, എന്നാലും പിടിക്കൂല. അത് ഓട്ടോക്കകത്താകുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഞെത്തും. ഇതാകുമ്പോൾ റോഡൊക്കെ കണ്ട കടകളെല്ലാം കണ്ട് വായി നോക്കി കൊതിന്നോണേ പറഞ്ഞ ഒരാളെ സമയം കിട്ടുമല്ലോ. ഇല്ല, ഓട്ടോ എടുത്ത് എന്താ അലർജി ഉണ്ടോന്ന് തോന്നുന്നു. എന്നോട് വിളിച്ചു നോക്കായിരുന്നു. ഓട്ടോ വിളിക്കുന്ന അങ്ങനെ പൈസ വേണ്ടേ? എന്താ പൈസ ഇല്ലാത്തെന്തോ? ശരിയാ. ടേറ്റ മച്ചം ഇഷ്ടം പോലെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, അത് എടുത്ത് കൊടുത്താൽ മതി. എന്താ അങ്ങനെ ഒരു വർത്താനം? പൊന്നു സുഹൃത്തായി, എന്നെ വിട്ടായിരുന്ന നിമിഷ നേരം കൊണ്ട് പോയി സപ്ലൈക്ക് പോലെ സാധനം പിടിച്ച് അവിടെ കൊണ്ടുവന്നേനെ. അപ്പൊ ഇവിടെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വേണം. പോട്ടെ. ഈ റൊണാൾഡോങ്ങൾ പോയ ഇരട്ടി ചെലവാം. ജ്യൂസ് കുടിക്കണം, അരി ഉണ്ട മേടിക്കണം. അതിനെക്കാട്ടി നല്ല അമ്മ പോണേ. അമ്മ വാങ്ങിച്ചു എന്താ? നമുക്ക് യാത്രാ ക്ഷീണമുണ്ട്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? രണ്ടുപേരും ലാഭത്തിന്റെ നഷ്ടത്തിനും കണക്കൊക്കെ പറഞ്ഞിരിക്കും. മറ്റേ ഇവിടെ പൂജപ്പുരയിലെ ഒരു ഫ്ലാറ്റ് മേടിച്ചു, അത് റേറ്റ് അറിഞ്ഞപ്പോ കൂടുതലാ, നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായി. നിങ്ങൾ എവിടെ ചെന്ന് വിട്ടാലും അവിടെ എല്ലാം നഷ്ടമാകും. അതെ, കറണ്ട് ഉണ്ടോ ഇവിടെ? ഉണ്ടായിരുന്നു, ഇപ്പൊ മൂലമറ്റത്തോട്ട് പോയതേ ഉള്ളൂ. വൈകിട്ടത്തെ വന്ദേ ഭാരതി വരും. കറണ്ട്. മോനെ ഒരു മിനിറ്റ്, ഞാനിതൊക്കെ ഒന്ന് ചിരിക്കട്ടെ. കോമഡിയാ പറഞ്ഞു. ഈ പറഞ്ഞ കോമഡി ഇല്ലേ, ഇത് എന്റെ നാടകത്തിൽ നിന്ന് ഒരു 10 വർഷം മുമ്പ് ഞാൻ തുടച്ചങ്ങ് നീക്കിയതാ കേട്ടോ. കോമഡി കൊണ്ട് എനിക്ക് വരരുത്. ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേന് അവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഇവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചത്. അവിടെ കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ കറണ്ട് കാരണമൊന്നുണ്ടോ? ഞങ്ങളുടെ വീട് ഞങ്ങൾ കറണ്ട് അടയ്ക്കുന്നത്, ഞങ്ങളുടെ കറണ്ട് ചാർജ് ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങൾ ചാർജ് ചെയ്യുന്ന കറണ്ടിലല്ലോ, മറ്റേ ബാറിൽ പോയി അടിച്ചിട്ട്. തമ്പിച്ചേട്ടൻ സുലിച്ചേച്ചിനെ നോക്കി വന്നാണോ? അല്ലെന്നേ, ഞാൻ ഇവിടെ കറണ്ട് ഉണ്ടോ? ഇവിടെ കറണ്ട് ഉണ്ടല്ലോ. എന്ത് പറ്റി? അവിടെ വീട്ടിൽ കറണ്ട് ഇല്ല. ഇത് ഒരേ ലൈനല്ലേ, പിന്നെ എന്ത് പറ്റി അവിടെ മാത്രം ഇല്ല? പക്ഷെ എന്താന്ന് അറിയാമല്ല, അപ്പുറം ചെന്നപ്പോ അവിടെ ആരുമില്ല, അതാ ഇങ്ങോട്ട് വന്ന്. ആണോ? ഒന്ന് തേക്കണമായിരുന്നു. തേക്കാനൊക്കെ അറിയോ? ഞാനൊരു കലാകാരനാ. എനിക്ക് ഒത്തിരി ആരാധകരുള്ള ചിലപ്പോ വൃത്തിയായിട്ട് മാതൃകയാകേണ്ട ആളാ ഞാൻ. തമ്പിയാണ് തേക്കണമെങ്കിൽ വിട്ടിട്ട് തേക്ക്. അത് വേണ്ട. ഒന്നാമത് ആണുങ്ങളൊന്നുമില്ല, നമ്മള് കയറി വന്ന് തേച്ചു. ഇനി വീട്ടുകാരും എല്ലാം പറഞ്ഞു, നാട്ടുകാരും എല്ലാം പറഞ്ഞു. പിന്നെ തമ്പിയാണ് ഞാൻ കണ്ണിനാണ്. അതെന്തൊരു വർത്താനം? ആണുങ്ങളില്ലെന്ന് പറഞ്ഞത് ഞാൻ എന്താ കിഴങ്ങുഴുങ്ങി വെച്ചേക്കുവാ? ചിരട്ട ഇരിപ്പുണ്ടോ? കുറച്ച് ചിരട്ട തരാമോ? ചിരട്ട എനിക്ക് ഒരു പഴയ ഒരു ഇസ്തിരിപ്പെട്ടി ഇരിപ്പുണ്ട്, കത്തിച്ചിട്ട് ഒന്ന് തേച്ചോണ്ട് പോ. ചിരട്ട ഉണ്ട്, മറ്റേ ചാർത്ത് ചായപ്പിൽ ഇരിപ്പുണ്ട്. പുറകിൽ ഇരിപ്പുണ്ടോ? അച്ഛാ ചിരട്ട എടുത്തു കൊടുക്കും. വലിയ അറിയപ്പെടുന്ന കലാകാരല്ലേ, ഫാൻസുകാരെ വിളിച്ചാൽ മതി, അവരെടുത്ത് തരും. ചാക്കിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തോളാം. പ്രതീക്ഷ പോലെ ഇവിടെ അങ്ങ് ഇരുന്നു കേട്ടോ. ഒരു എടുപ്പുകാരും മതി. രാവിലെ തന്നെ ഇത്തിരി ഇതായിട്ട് നിൽക്കുവാ. ഞാൻ പോട്ടെ. അമ്മ ഒന്നില്ലല്ലോ ഇതുവരെ? നടന്നായിരിക്കും വരണം. ഭയങ്കര പ്രശ്നമാണല്ലോ. രാവിലെ റോസ്മേരിട്ട് ഒരു വഴക്ക് കഴിഞ്ഞു, അതിന്റെ ആ ഒരു മൂഡ് ഇതുവരെ മാറിയിട്ടില്ല. ലില്ലിപ്പണ്ണ് പോകുന്നതിന് ഒരു കട്ടൻ ചായ ഇടിപ്പിക്കണ്ടായിരുന്നു, തലവേദന. ഞാൻ ഇട്ടുതരാൻ
ചേട്ടൻ. അയ്യോ വേണ്ട, എനിക്ക് നാളെ ജോലിയുണ്ട്. ഓ ആണേ, അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഇട്ട് കുടിച്ചോളാം. വേണ്ട വേണപ്പാ. എന്നാ ഞാൻ ഈ ഗതമൊക്കെ അടച്ചിട്ട് വരാം. അയ്യോ, കട്ടൻ ചായ ഇട്ട് കുടിച്ചാൽ കട്ടനിരിക്കണം. എന്തൊരു വെയിലല്ലേ, തളർന്നു പോണു. എന്നാലും ആ സൂഫി എന്ത് പൊട്ടിയാ, നമ്മൾ അവിടത്തോളം പോയതല്ല. ആ പെണ്ണിനെ ഇവിടുന്ന് കയറി മേടിച്ചാ പോലെ സപ്ലൈക്കോയിന്ന്. അവൾ ഇന്ന് വരെ സപ്ലൈക്കോയി പോയിട്ടില്ലെന്ന് തങ്ങും. ഞാനാണെങ്കിൽ തമ്പിച്ചേട്ടൻ പൈസ എന്നാ അപ്പോഴും ഓടും സപ്ലൈ. പിന്നല്ലാതെ ഈ അന്യായ വില കൊടുത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട കാര്യം എന്താ? അവക്ക് പിന്നെ അതിന് ആവശ്യമില്ല. മക്കളും ഇല്ല, വേറെ പ്രാരാബ്ദവും ഇല്ല, ഒന്നുമില്ല. വീടും ഒക്കെ കിട്ടണ പൈസ കൊണ്ട് ആവശ്യമായിട്ട് കുഴപ്പമില്ല. തമ്പിയണ്ണ പിന്നെ ഇപ്പൊ കുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല അല്ലേ? കുടിയില്ലാത്തത് നിർത്തിയതൊന്നുമല്ല, പൈസ ഇല്ല. ചേച്ചിനെ സമ്മതിക്കണം. ചേച്ചി എന്ത് സന്തോഷമായിട്ട് ഇതൊക്കെ പറയണത്. നമ്മൾ ഈ പ്രേമിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ചക്കരവാക്ക് മാത്രമല്ലേ കേൾക്കുള്ളൂ. യോ ക്ലീറ്റ പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ 4 നാരങ്ങ മിഠായും കൊണ്ട് വരും. എന്നിട്ട് മോളെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് നടപ്പായിരുന്നു പുറകെ. അതാണ് പറഞ്ഞത്, നമ്മള് ഈ പറയും പോലെ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളായിട്ട് വന്നേക്കാണ്. എന്താ അല്ല, നമ്മൾ രണ്ടും പ്രേമിച്ചതല്ലേ, അവരെ പ്രേമിച്ചതല്ല. തമ്പിയണ്ണനെ പോലെ അല്ല ക്ലീറ്റ. ക്ലീറ്റ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ടോ അവിടെ ഉണ്ട്. ആണോ? അത്ര നടന്നല്ലേ, വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോയിരുന്നു. എന്നാ ചെല്ലേ. ആ പെണ്ണ് വന്നോ അല്ലേ? വന്നിട്ടുണ്ട്. അവള് നേരത്തെ ഓടിയതല്ലേ. ആ തമ്പിച്ചേട്ടാ, 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 ഈ കിടന്നുറങ്ങണ ഈ റൂമിൽ പോയി കിടന്നുറങ്ങിക്കൂടെ? ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ സൃഷ്ടി ഇങ്ങനെ ആഭാഗിച്ചോണ്ടിരിക്കല്ലേ. ഇവിടെ സൃഷ്ടിച്ചത് മതി, ഇനി അകത്ത് പോയി സൃഷ്ടിക്കാം. വാ. അതല്ലേ വില ഉണ്ടാക്ക. ഓ, എന്റെ സൃഷ്ടി ദേവതേ, എനിക്ക് ആവാഹനം തരൂ. എന്നിട്ടെന്ത്? എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു പോയി. പുള്ളി അതിനെല്ലാം ഇങ്ങനെ പറയാം. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ നൈസായിട്ട് കുത്തൽ തുടങ്ങി. അല്ലേ തന്നെ റൊണാൾഡോങ്ങളും തമ്പിയെങ്കിലും നമ്മൾ എന്തോ വൈരാഗ്യം ഉള്ള പോലെയാണ്. ഒരു വൈരമില്ല, ഞാൻ തമാശക്ക് തുടങ്ങിയതാ. പുള്ളി പുതിയായിട്ട് തമാശയായിരുന്നു അത്. 1 2 പറഞ്ഞ് അടിയടിയെ പിന്നെ നമ്മളൊക്കെ ഉള്ളോണ്ട് ഞാനും മാമിയുടെ കാര്യം ശരിയായിരിക്കും. അയ്യോ നീ അങ്ങോട്ട് പൊന്നെ, ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ട. പിന്നെ വേണ്ട വേണ്ട വേണ്ടെന്ന് വെച്ചോട്ടെ അങ്ങനെയായിട്ട് തീരും. കാര്യം ഒന്നാ പുള്ളി എന്റെ തണ്ടിയല്ല. നമുക്ക് ഈ എതിരാളിക്ക് നിൽക്കണമെങ്കിൽ ഒരു ഇത് വേണം. അത് ഞാൻ വെറുതെ വിട്ടില്ലേ, ഒന്നുമില്ല നമ്മുടെ തമ്മിയുണ്ടല്ലേ ഓട്ടെന്ന്. എന്തായാലും അയലത്ത് കിടന്ന് തല്ലുപിടിക്കാൻ പോകേണ്ട കാര്യമില്ല. അതല്ല, എനിക്ക് മറ്റത് മനസ്സിലായില്ല. നമ്മുടെ കുടുംബത്തിൽ വന്ന് തേക്കാനായൊക്കെ നാണക്കേടാന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? നമ്മളെന്താ അത്ര മോശപ്പെട്ട ആൾക്കാരാണ്? അങ്ങനെയല്ല അമ്മ പറഞ്ഞത്. തമ്പിങ്ങൾ പറഞ്ഞു വെച്ചാൽ ആണുങ്ങൾ ഇല്ലാത്ത സമയത്ത് ഒരു മാന്യനായ ഒരാളകത്ത് വരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ എന്ത് മാന്യത? ഞാൻ തേക്കും കിഴക്കടങ്ങ് മുറ്റത്തെ ചാരി ഇരിക്കും, ഇവിടെ ഒരാണില്ലെന്ന് പറയുന്നത് അതെന്ത് മര്യാദ? അതാണ് മാന്യത? അതാണ് ഇഷ്ടപ്പെടാത്തല്ല. അത് അങ്കിൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്താന്ന് വെച്ചാല് നിനക്ക് ആണെടുത്തിന്റെ വില അയാൾ തന്നിട്ടില്ല, അത് തന്നെ കാര്യം. അയാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് ജീവിക്കാൻ. അല്ല, ഇപ്പൊ ഞാൻ ആലോചിക്കണം എന്തോന്നു, ഈ പണ്ടത്തെ ഇസ്തിരിപ്പെട്ടിക്ക് ഇപ്പഴും ആരാ സൂക്ഷിച്ചു വെക്കണേ? പിന്നെ ആരും എടുത്ത് വെക്കുവോ? അതൊക്കെ എടുത്ത് വെക്കണം. കണ്ടൊരു പ്രാവശ്യം പോയാൽ എന്ത് ചെയ്യും? ചിരട്ട കത്തിച്ചങ്ങ് തേക്കും. അവിടൊക്കെ എന്തോ തേച്ചാണ്. കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാന്ന് എല്ലാവരും പറയണത്. ചാർജ് കൂടുതലാ. ഇത് മിക്കവാറും ക്ലീറ്റ് ഈ കുടുംബം നശിപ്പിക്കും. എന്നും തേപ്പാ, എന്നും തേക്കല്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കും എന്തിനാ എന്നും തേക്കണം? അമ്മയ്ക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു ദിവസം അങ്ങ് തേച്ചാ പോരെ? അല്ലേ അല്ലേ ഹലോ, നിനക്കെന്താ പണി? നിനക്കങ്ങ് എല്ലാം കൂടെ എടുത്തിട്ട് തേക്കാൻ പാടില്ലേ? ആരാ നോക്കട്ടെ. എന്താ പഴയ പ്ലാസ്റ്റിക് ബക്കറ്റ് ചിരട്ട എല്ലാം കൊടുക്കാനുണ്ടോ? പഴയ അമ്മ വന്നേ അമ്മ. പഴയ പ്ലാസ്റ്റിക്കോ? ആ ചേട്ടാ, പഴയ പ്ലാസ്റ്റിക് ചിരട്ട എല്ലാം ഉണ്ടോ? അയ്യോ ഇല്ല. പഴയ ബക്കറ്റോ? ഇല്ല ഏട്ടാ. ഫാനോ? നാളെ ഒരാള് വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാം കൊടുത്തു. ചിരട്ട എടുക്കുന്നല്ലേ പറഞ്ഞു? ചിരട്ട എടുക്കും. ചിരട്ടയോ? ആ ചിരട്ടയ്ക്ക് നല്ല വിലയാ. ആ ചേട്ടൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഏത് ചേട്ടൻ? താഴത്തെ വീട്ടിലെ ചേട്ടൻ. താഴത്തെ വീട്ടിലെ ഏത് ചേട്ടൻ? താഴത്തെ ആ നാടക്കാരൻ ചേട്ടൻ ഇല്ലേ? നീളം കുറഞ്ഞ ചേട്ടനാ? അതെ. എത്രയൊക്കെ 3 ചാക്ക് ചേട്ട വന്നു. തമ്പിയണ്ണൻ വാടക താമസിക്ക് അങ്ങനെ കൂടുന്ന 3 ചാക്ക്. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത ചേട്ട എവിടെ? അത് താഴത്തെ റോഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോ തിരിച്ചെടുത്തോണ്ട് പോകും. എത്ര കൊടുത്തു?
800 രൂപ എടുത്തു. അങ്ങനെ അതെ ഇവിടെ ഇരിപ്പുണ്ട് 3-4 ചാക്ക്. നല്ല വില തരണം. ആ തരാം. അത് കൊള്ളാം. ഓരോ കോള് വന്ന് കയറുന്നത്. ആ ചായപ്പിലിരിപ്പുണ്ടേ. കേട്ടോ നീ? ആ കേട്ടോ, ഞാൻ എടുത്തു കൊടുക്കാം. എനിക്കറിയാലോ. എന്റെ ദൈവമേ, ചിരട്ടയൊക്കെ ഇപ്പൊ എടുക്കോ? എന്ത് ചെയ്യാനായിരിക്കും? ആ ഞാൻ ആ റോഡി കട നടത്തുന്ന ആക്രിക്കാരനെ വിളിച്ചോണ്ട് വന്നല്ലേ വാരി കൊടുക്കണമെന്ന് ചോദിച്ചെന്നേ. തിരക്കണം വന്നത് കാര്യമായി. അവിടെ തങ്കച്ചേട്ടത്തിയേ, ആ ഇങ്ങ് വന്നേ. മത്തക്കണ്ണു നോക്കിയിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അറിയാന്ന് പറഞ്ഞു പോയതാ. എന്നാടാ? ഇവിടുന്ന് ചിരട്ട എവിടെ? അവിടെ തന്നെ ഇരിപ്പുണ്ട്. എവിടെ തന്നെ? കണ്ണു മുഴിച്ച് നോക്ക്. ആ കണ്ണൊന്നും പിടിച്ചു നോക്കിയാട്ടെ. എവിടെ? ഇല്ല. ഇവിടെ അല്ലേ വെച്ചത്? ആ ഇവിടെ തന്നെ മെനഞ്ഞാൽ ഞാൻ നോട്ടീസ് വെക്കാൻ നേരം 3 ചാക്ക് ചിരട്ട ഇരുന്നില്ലേ? ഇതെന്നാ? ഇതൊക്കെ അത് തോരണം പാർട്ടി ഓഫീസിലെ. ചേടാ, ഞാൻ ഇന്ന് രാവിലെ തമ്പിയണ്ണം വന്ന് എടുത്തതല്ലേ? ഇല്ല അണ്ണ ഇല്ല. എന്താണ് ഞാൻ പറയാം, ഇനി വരുമ്പോഴേ. ശരി. തമ്പിച്ചേട്ടാ, തമ്പിച്ചേട്ടാ, എന്താ പണി? ആ ഇലക്ട്രിസിറ്റി ബോർഡിലൊന്ന് വിളിച്ചേ. എന്തിന്? കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലേ? കാരണം ഉണ്ടാവത്തില്ല. നീ ആ മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്. മെയിൻ സ്വിച്ചാ? ആ എന്തിന്? എടി വെറുതെ കറണ്ട് വെക്കൊണ്ടിരിക്കല്ലേ, അതല്ല കറണ്ട് കട്ടൊക്കെ വന്നിട്ട് ഒത്തിരി കാലമായില്ലേ. ഞാനൊന്ന് ഓഫ് ചെയ്താ അത് മെയിൻ സ്വിച്ച്. നീ ഒന്ന് ഓൺ ചെയ്താൽ മതി. ചെല്ലേ. ഈ മനുഷ്യന്റെ ഓരോ ഭ്രാന്ത്. ഇങ്ങോട്ട് വന്നാണ്. എനിക്ക് പേടിയാ. ഒരു കാര്യം ഒട്ടും എഴുതിക്കത്തുമില്ല. ഉടനെ കൊടുക്കേണ്ട സ്ക്രിപ്റ്റാ. നിനക്ക് അത് ഓണാക്കി എന്റെ കയ്യിലെ വളയൂരി പോകും. എനിക്ക് പേടി. അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യാൻ പോരടി. ഒരു കാര്യമല്ല, നിങ്ങളല്ലേ ഓഫ് ചെയ്താ. പോയി ഓൺ ചെയ്തിട്ടോ. ഒരു കാര്യമില്ലെന്ന് ആര് പറഞ്ഞു? കാര്യമില്ലെന്ന്. പോയിട്ട് വാ. ആ സംഭവം വെള്ളം ഒടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുമെങ്കിലും തമ്പിയെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതാണേ. എന്നിട്ട് ആ ആളെ പറ്റി പറഞ്ഞത് ക്ലീറ്റോയും തമ്പിയണ്ണനും ഒരു നാണയത്തിന്റെ 2 വശമാണ്. ആര് പറഞ്ഞു? നിന്റെ സുലുവാൻറ്റി. എന്റെ സുലുവാന്റെ ഏത് വകയില്? നിനക്ക് ഇച്ചിരി സ്നേഹം കൂടുതലായി. എനിക്കൊന്നുമില്ല. അല്ല, ഇനി ആരായാലും ഡാഡിയെ പറ്റി അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അടുത്താണെങ്കിൽ ഞാൻ നല്ല മറുപടി തിരിച്ചു പറഞ്ഞേനെ. അല്ലാതെ കേട്ടിട്ട് ചാൻസ് റാണി തിരിച്ചൊന്നും പറഞ്ഞില്ലേ? അല്ലല്ലോ, പ്രതികരിക്കേണ്ട ആള്. ഞാനപ്പോ തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ടെന്ന്. ഷർക്കത് ഇച്ചിരി ഇതായിരുന്നു തോന്നുന്നു. പിന്നെ ഞാൻ അതൊന്നും അല്ലാത്ത രീതിയിൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല പോയി. ആ പിന്നെ ഈ തൊട്ടടുത്ത് കിടന്നിട്ട് ഈ വഴക്കും പിണക്കവും ചെയ്ത അങ്ങനെ. എന്നാലും ഇത് കുറച്ച് അതിക്രമമായി പോയി. പിന്നെ തങ്കം, ഓ പഴയ പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ എടുക്കാൻ ഒരാൾ ഇവിടെ വന്നിരുന്നു. അവിടെയും വന്നെന്ന് പറയണേ. പക്ഷെ ഞാനില്ലായിരുന്നു ആ സമയത്ത്. പുള്ളിക്കാരെഴുതി വെച്ച സ്ക്രിപ്റ്റ് കാണാനില്ല. അയ്യോ, അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. അല്ല, അതിന് ആക്രിക്കാരൻ എടുത്തുണ്ടോ? അല്ല, പേപ്പർ തേടി വരുന്നതിന് മുമ്പ് എന്തോന്ന് സ്ക്രിപ്റ്റ് ആ കിട്ടുന്ന പേപ്പർ എടുത്തോണ്ട് പോകത്തില്ല. അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ഒന്നാമത് ഊണും ഉറക്കം ഇല്ലാതെ എത്ര നാളുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നതാണ്. ഇതിപ്പോ പോയി ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്കറിയില്ല. എന്ത് ചെയ്യും തമ്പിയണ്ണ? എന്നിട്ട് അവിടെ നല്ല വിളിച്ചോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ചോദിച്ചു നോക്കാം. ഇങ്ങോട്ടെങ്ങാനും പോണ കണ്ടെങ്കിലേ ഇനി അയാൾ എളുപ്പം എടുത്തതായിരിക്കും. പിന്നെ എന്തായാലും കഴുത്തിട്ട് അയാള് പോയിട്ടുണ്ടാവില്ലല്ലോ. അത് ഇവിടെ നിൽക്കൂലല്ലോ എന്തായാലും. ചേച്ചി, അയാൾ പുറത്തോട്ടാ പോയെ. ഞാൻ എന്തായാലും ആ ജംഗ്ഷനിലെ ഏരിയയിലൊക്കെ ഒന്ന് പോയി പരിശോധിക്കാം. എന്നിട്ടേ അങ്ങോട്ട് വരാം. കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമായിരിക്കും. അവൻ ഭയങ്കര കരച്ചില്ല. ഞാൻ പോയി ഒന്ന് സമാധാനിപ്പിച്ചു. ശരി. എന്നിട്ട് ഞങ്ങളെല്ലാം അങ്ങോട്ട് വരാം. തമ്പിച്ചേട്ടാ, കരയായിരുന്നു തമ്പിച്ചേട്ടാ. എന്നാലും അത് ആരാടി അപഹരിച്ചത്? അത് എങ്ങോട്ട് പോയി? റൊണാൾഡൊക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്കേ ഒരു കാര്യം ചെയ്യാം. കനക സാറിനോട് പറഞ്ഞൊന്ന് എവിടെ തന്നെ സാറാകുമ്പോൾ തിരക്കുമല്ലോ, പോലീസല്ലേ. ഇങ്ങനെ കിടന്ന് വിഷമിച്ചിട്ട് എന്തിനു കാര്യം?
തമ്പി ചേട്ടൻ വെറുതെ ഇത് നമ്മൾ കരയില്ലെന്നേ. എന്തായാലും അവര് വരട്ടെ, റൊണാൾഡോന്റെ ചോദിക്കാം നമുക്കൊന്നും കൂടെ. ഇനി നിനക്കറിയാമോ എത്ര വേദികൾ കയറുന്ന കഥാപാത്രങ്ങളാ മീൻ പൊതിഞ്ഞും കപ്പലിന് പൊതിഞ്ഞും ഒക്കെ കൊടുക്കാൻ പോകുന്നത്. അത് ഓർക്കുമ്പോ എന്റെ ചങ്ക തകരുവാ. എന്തോന്ന്? എന്റെ സൃഷ്ടി എനിക്ക് വേണം. എത്ര നേരം കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കുന്നതാണെന്നറിയോ? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാകത്തില്ല. റൊണാൾഡോ ഒക്കെ വന്ന് ചോദിച്ചോ, നിങ്ങൾ കരയാതിരി. റൊണാൾഡോ മോനെ കിട്ടിയോ മോനെ സാധനം? കിട്ടിയോ? ഒരുപാട് ബുദ്ധിപരമായ നീക്കത്തിലൂടെ സാഹസം നിറഞ്ഞ പ്രകടനത്തിലൂടെ കിട്ടി. കിട്ടിയോ? കിട്ടി. ഈ തന്ന് ഞാൻ ഒന്ന് വാരി പുടരട്ടെ എന്റെ കഥാപാത്രങ്ങളെ. കഷ്ടപ്പെട്ട് എഴുതുന്നത് നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന പിന്നില്ലേ? അറിയാമല്ലോ. റൊണാൾഡോ എത്ര നേരമായെന്നറിയോ പോയി, അത് അവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറച്ചേരെ കൊണ്ടു തന്നിട്ട് ഞാനുണ്ടല്ലോ. അതെന്നാലും ആരും അത് എടുത്തെന്നുള്ളതാണ്. അതല്ല രസം. അത് ഇത് തന്നെ കൊണ്ടുപോയതാ. അതെയാ? പക്ഷെ എന്തായാലും എടുത്തോണ്ട് പോണവർക്ക് നല്ലൊരു പണി കൊടുക്കണം. എത്ര നേരം തൊട്ട് തുടങ്ങിയ കരച്ചിലാണെന്നറിയാമോ? സത്യം. പിന്നെ ഉണ്ടല്ലോ തമ്പിണ്ണ, ഈ കഥയിലുണ്ടല്ലോ, ഈ കഥയില് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് വേണ്ടേ തമ്പിണ്ണന് വേണ്ടേ? എന്തൊരു കഴിവാ തമ്പിണ്ണന്. റൊണാൾഡോ കൊണ്ടു തന്നപ്പോഴേ ഞാൻ ഇച്ചിരി നേരം ഇതിരുന്നൊന്ന് വായിച്ചു. എന്നാ കഥയാണോ എന്റെ അമ്മേ, ഇത് പോയ ആർക്കാണെങ്കിലും സഹിക്കൂല. കഥാപാത്രം നിർദോഷനായ ഒരു കഥാപാത്രം. പക്ഷെ ഇതിനകത്ത് വേറൊരു കഥാപാത്രമുണ്ട്, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു തേങ്ങ ചിരട്ട, തേങ്ങയുടെ ചിരട്ടയില്ലേ, ചിരട്ട നമ്മൾ ചിരണ്ടിയിട്ട് ബാക്കി വരുന്ന ചിരട്ടയില്ലേ, ആ ചിരട്ട മോഷ്ടിച്ചിട്ട് പോണ ഒരു കള്ളനുണ്ട് ചേച്ചി. 3 ചാക്ക് ചിരട്ട 800 രൂപയ്ക്ക് മോഷ്ടിച്ചിട്ട് വിറ്റ്. ഒരു കഥാപാത്രം തമ്മിയാണോ ചെയ്യുന്നത്? ഞാനായിരിക്കും മിക്കവാറും ചെയ്യേണ്ടത്. പക്ഷെ ഉണ്ടല്ലോ അതെനിക്ക് ബാക്കി എല്ലാം നല്ലതാ, പക്ഷെ ആ കഥ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ കള്ളൻ ഒരു ഇതും ഇല്ലാത്തൊരു മര്യാദയില്ലാത്ത തൊട്ടടുത്ത വീട്ടിലെ തൊട്ടടുത്ത് അവരിങ്ങനെ ഒരു കലത്തിൽ കഞ്ഞി വെച്ച് കുടിക്കണ 2 വീട്ടിൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉളുപ്പില്ലാത്തോണ്ടാണോ? അത് തന്നെ പറയേണ്ട ഭാഷ. അങ്ങനെ ഇരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് നീ കള്ളം ചെന്നിട്ട് ഇതേപോലെ അവരുടെ 3 ചാക്ക് ചിരട്ട, വല്ല പ്രയോജനമുള്ള കാര്യമാണോ? അതെടുത്തോണ്ട് അങ്ങ് പോവും ചേച്ചി. എന്നിട്ട് അവൻ ആ പൈസ മേടിച്ചോണ്ട് പോകുന്ന വെറും കള്ള മനുഷ്യൻ, കച്ചറ. അത് ഭയങ്കര മോശമായി പോയി തമ്പിയണ്ണ. അതെന്നെ സ്വഭാവം. അത് കഥാപാത്രത്തിന് അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ആ കഥാപാത്രത്തിനെ ഒന്ന് മാറ്റിയിട്ട് ആ പൈസ അവർക്ക് കൊടുക്കണ പോലെ ആക്കാം. ഒരു 3 ദിവസം സമയം തരണം ഒന്ന് മാറ്റി എഴുതാനേ. 3 ദിവസം അത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വൈകിട്ട് തന്നെ എഴുതാം. എഴുതുന്നതായിരിക്കും എഴുതി അങ്ങ് പോയാൽ നല്ലതായിരിക്കും. 3 ദിവസം കഴിയുമ്പോ എന്താ ഇത് ആൾക്കാരിലേക്ക് പകരും. ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ നോക്കാം, ശ്രമിക്കല്ല, ചെയ്യണം. എന്നിട്ട് എനിക്ക് വായിക്കാൻ തരാം. വിശ്വസിക്കാം. ഞാൻ എഴുതാം, മാറ്റാം. നല്ലതാട്ടോ. അയ്യോ തങ്കം, എന്താ സംഭവം? തമ്പി എന്നോട് എന്ത് പറഞ്ഞോ? സ്ക്രിപ്റ്റ്